ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പാലട മിക്സിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ഹെയർ ടൈ ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി വേറെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു A4 ഷീറ്റിൻ്റെ പീസിൽ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാർഡ്ബോർഡിലും വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഫോം ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിറ്റർ ഉള്ളതും ഇല്ലാത്ത എടുക്കുക, കളറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ എടുത്തിട്ടുണ്ട്, ഗ്ലിറ്റർ ഷീറ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വരച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ബട്ടർഫ്ലൈ ഷേപ്പ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവർക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയാൽ ബട്ടർഫ്ലൈ ഷേപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കിട്ടും. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. അതിന് ശേഷം വൈറ്റ് A4 ഷീറ്റിന് എടുക്കണേ, അതിൻ്റെ മുകളിൽ ടൈറ്റാക്കി വെച്ച് കൊടുത്താൽ നമുക്ക് അതിൻ്റെ അടയാളം നന്നായിട്ട് തെളിഞ്ഞു കാണും. അപ്പോൾ നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അതിൻ്റെ മുകളിൽ കൂടെ. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫോം ഷീറ്റിൽ വരച്ചു കൊടുത്തു, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് സൂചി നൂലും എടുക്കുക, എന്നിട്ട് അത് സെൻറ്റർ കൂടെ ഒന്ന് തുന്നിക്കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സൂചി നൂലും എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫോൾഡ് വരുന്ന കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ബെറ്റർ സൂചി നൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് എടുത്താണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള റബ്ബർ ബാൻഡ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗൺ റബ്ബർ ബാൻഡ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു ലേസാണ് വേണ്ടത്. ലേസ് തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓപ്ഷന്. ഈ ഒരു ഫോം ഷീറ്റുമെന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി, ആ ഒരു ലേസിൻ്റെ സൈസിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ടുമല്ല ചൂസ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഒരു മിറർ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നല്ലേ, അതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ പാലട മിക്സിൻ്റെ ബോക്സുമെന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിറർ പേപ്പറാണ് നമ്മുടെ ഹെയർ ടൈൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്പിൻ്റെ ബാക്കിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റബ്ബർ ബാൻഡ് ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, അതായത് മുകൾ ഭാഗത്ത് സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസ് ടൈറ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ നേരത്തെ ലേസും പിന്നെ ഫോം ഷീറ്റിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ളത് വെച്ച് ചെയ്താൽ മതി. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ, അതായത് റബ്ബർ ബാൻഡിൻ്റെ മുകളിലായിട്ട് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പീസ് അങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലും ഗം അപ്ലൈ ചെയ്യുക. പിന്നെ മറ്റേ പീസ് ഇങ്ങോട്ടേക്ക് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ അധികമുള്ള ഒരു ചടപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് ആ ഒരു ഗ്ലൂ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഹെയർ ടൈൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുകയെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.